ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ, നമ്മുടെ രാജാവിനെ വീണ്ടും നമുക്ക് സ്തുതിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രിയ ദൈവവേദന, നിങ്ങൾ കർത്താവിൻ്റെ മാസ്റ്റർ പീസാണ്. യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസമല്ല, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയ നിമിഷത്തിലല്ല, നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മുടെ ദൈവം നമ്മളെ കണ്ടതാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ക്രിസ്തുയേശുവിൽ ലോകാരംഭത്തിൽ തന്നെ ഉള്ളതാണ്. ആ ഒരു ഡിവൈൻ പ്ലാനിലേക്കാണ് ദൈവം നമ്മളെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ദൈവരാജ്യത്തിൻ്റെ അകത്ത്, ആ പ്ലാനിൻ്റെ അകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. വി ആർ സീറ്റഡ് ഇൻ ഹെവൻ. നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുയേശുവിനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നവരാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കാണാനിടയായി. ഫർണിച്ചറെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മനുഷ്യൻ, വളരെ പ്രാഗൽഭ്യമുള്ള ഒരു കാർപ്പൻ്റർ, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു തടിക്കഷണം, അല്പം വലിപ്പമുള്ള ഒരു തടിക്കഷണം തൻ്റെ ഷോപ്പിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. കാലപ്പഴക്കം കാരണം, പുറത്തെ കാലാവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ടത് കാരണം അല്പമല്ലാത്ത ഡാമേജ് ആ തടിക്കഷണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളും ദ്രവിച്ചു പോയിരുന്നു, ചിതലരിച്ചു പോയിരുന്നു. എന്നാൽ ഇദ്ദേഹം തൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് കേടുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി വളരെ മനോഹരമായി അതുണ്ടാക്കി. അതിൻ്റെ ക്രാക്കുകളിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എപ്പോക്സിയും ചില കെമിക്കൽസും കൊണ്ട് ഫില്ല് ചെയ്ത് വളരെ മനോഹരമായ ഒരു എപ്പോക്സി ടേബിളാക്കി മാറ്റി. ആ വീഡിയോയിൽ അവർ ഡിമാൻഡ് ചെയ്തത് ആ ടേബിള് $7,000 വർത്തുള്ള ഒരു ടേബിളായി മാറിയെന്നാണ്. വളരെ മനോഹരമായ കാലുകൾ അതിന് വെച്ച് പിടിപ്പിക്കപ്പെട്ടു. വളരെ മനോഹരമായി പോളിഷ് ചെയ്ത് ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന രീതിയിൽ അത് മാറ്റപ്പെട്ടു. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വസ്തുവിനെ ഒരു നല്ല പണിക്കാരൻ്റെ കയ്യിൽ ലഭിച്ചപ്പോൾ അതേതെങ്കിലും ഹോട്ടലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വീട്ടിൽ, ഓഫീസിൽ ഒരു മനോഹരമായ ടേബിളായി അത് മാറ്റപ്പെട്ടതുപോലെ സൃഷ്ടാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ദൈവം നല്ല കുശവനായതുകൊണ്ട് ഏതു പാത്രങ്ങളെയും മനോഹരമായി പണിയുവാൻ, ഏതു തകർന്ന വ്യക്തി ജീവിതങ്ങളെയും മനോഹരമായി പണിയുവാൻ ദൈവത്തിന് കഴിയും. ഷേപ്പില്ലാത്തതിനെ, വിലയില്ലാത്തതിനെ, ഉപേക്ഷിക്കപ്പെട്ടതിനെ, തകർക്കപ്പെട്ടതിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ അത് വിലയേറിയ വസ്തുവായി, മാന്യമുള്ള വസ്തുവായി ദൈവം അതിനെ പണിയുന്നു. അതിനെ മാനപാത്രമാക്കി ദൈവം മാറ്റുന്നു. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ബ്രദർ, ഞാനൊരു മാസ്റ്റർ പീസിനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്നെ കാണുവാൻ അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്നതാണ് സത്യം. ദൈവം നിങ്ങളോട് പറയുന്നു, യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. ആർക്കും നിങ്ങളെ വേണ്ടായെങ്കിലും, ഒരു വിലയുമില്ലാത്ത വ്യക്തിയാണ്, ഒരു തകർക്കപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുവെങ്കിൽ ഈ പകൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നത് കേൾക്കുക. യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ, നല്ല സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ ഏത് വസ്തുവും ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് വിലയേറിയതായി മാറുവാൻ തക്കവണ്ണം അതിനെ പണിയുന്ന ഒരു നല്ല കുശവൻ്റെ കരം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ദൈവം പൊളിക്കുന്നവനല്ല, നമ്മുടെ ദൈവം പണിയുന്നവനാണ്. നമ്മളെ ദൈവത്തിന് സ്വീകാര്യമുള്ള, ദൈവത്തിന് വിലയേറിയ ഒരു മാനപാത്രമാക്കി മാറ്റുവാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. നമ്മൾ തൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതുകൊണ്ട് പിതാവിന് നമ്മൾ വിലയേറിയതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. പ്രിയ ദൈവത്തിൽ നിങ്ങൾ എത്രത്തോളം ദൈവം വിലയേറുള്ളവരായി കാണുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു.
നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായി കാണുക. അതേപോലെ തന്നെ മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായി കണ്ട് ബഹുമാനിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് എല്ലാവരും ബഹുമാനത്തിന് അർഹരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലീനറായിരിക്കാം, ഒരു ഓഫീസ് ബോയ് ആയിരിക്കാം, ഏത് താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളായതുകൊണ്ട് അവരെ ബഹുമാനിക്കുവാനുള്ള കടമ, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായി കാണുന്നതോടൊപ്പം മറ്റുള്ളവരെയും അതുപോലെ കണ്ട് മാനിക്കുവാൻ നമ്മൾ തയ്യാറാകണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മറ്റു ദൈവമക്കളെ ഇരട്ടി മാന്യതയ്ക്ക് യോഗ്യരായി നമ്മൾ കാണണം. അങ്ങനെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ സൃഷ്ടികളെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ സൃഷ്ടാവിനെ ബഹുമാനിക്കുകയാണ്. നമ്മൾ സൃഷ്ടികളെ ബഹുമാനിക്കുമ്പോൾ അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മൾ മാന്യത കൊടുക്കുകയാണ്, ആരാധന കൊടുക്കുകയാണ്. നിങ്ങളുടെ അകത്തേക്ക് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ പകൽ ശക്തിയോടെ ഇറങ്ങുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഒരു തകർക്കപ്പെട്ട അനുഭവത്തിലിരിക്കുന്നുവെങ്കിൽ, ആർക്കും എന്നെ വേണ്ട, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഈ പകൽ അവരിലേക്ക് ഈ ദൈവവചനം നിങ്ങൾ എത്തിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിലും, എത്ര കുറഞ്ഞ ജീവിതാനുഭവമുള്ളവരാണെങ്കിലും, ഏത് തകർക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും, യോഗ്യതയില്ല, സൗന്ദര്യമില്ല, കഴിവില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുവെങ്കിൽ, ഈ പകല ചിന്തകളെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നത് കേൾക്കുക. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളോട് പറയുന്നു, യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ സൃഷ്ടി, ഏറ്റവും വിലപ്പെട്ട സൃഷ്ടി. നിങ്ങൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വലിയ വിലയുണ്ട്. നിങ്ങളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിരാശയിലാണെങ്കിൽ, ഭാരത്തിലാണെങ്കിൽ നിങ്ങളോട് തന്നെ ഡിക്ലെയർ ചെയ്യുക, ഐ ആം ഗോഡ്സ് മാസ്റ്റർ പീസ്. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറട്ടെ. നിങ്ങളുടെ ഭവനത്തിലുള്ളവരോട്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഈ വാക്കുകൾ നിങ്ങൾ പറയുക. അവരുടെ ലൈഫിൻ്റെ മേൽ ഇത് ഡിക്ലെയർ ചെയ്യുക, യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. നിങ്ങൾ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ നിരാശകളും, എല്ലാ ഭാരങ്ങളും, ആരും എനിക്ക് വേണ്ടിയില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഞാൻ തകർക്കപ്പെട്ടവനാണ്, എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല കുശവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ ഈ പകൽ പരിശുദ്ധാത്മാവരെ സഹായിക്കണം. അങ്ങയുടെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം കർത്താവെ. ഈ ദിവസം അവർക്ക് വലിയ നന്മയാക്കി കർത്താവ് മാറ്റണം, വലിയ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you all. Grace be with you. Have a great day.